പൈഗൻസിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ആദ്യം ഒന്ന് പറയട്ടെ. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സംരംഭം അത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. യാതൊരു വിധത്തിലുള്ള ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അതൊരു ഫ്രീ സർവീസായിട്ട് കണക്കാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം നമ്മൾ കണ്ടു. അതേപോലെ സൂപ്പർപൊസിഷൻ തിയറവും കണ്ടു. സൂപ്പർപൊസിഷൻ നമ്മൾ കണ്ടായിരുന്നോ? സൂപ്പർപൊസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ? സൂപ്പർപൊസിഷൻ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ഒക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ മാത്രം പ്രോബ്ലംസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ പറഞ്ഞു, അത് സോൾവ് ചെയ്ത് തീരുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ നിർത്തിയ പ്രോബ്ലം. ഈ സിമ്പിൾ നെറ്റ്വർക്ക് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ, അവർ തന്ന ഒരു പാരാമീറ്റർ ഈ 1 ആംപിയർ കറണ്ട് ആയിരുന്നു. അപ്പോൾ ഈ 1 ആംപിയർ കറണ്ട് കിട്ടിയതോടുകൂടി തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. അന്ന് നമ്മൾ സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐഡന്റിഫൈ ചെയ്തത്. അതായത് 12 ഓമിനകത്തൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവിടെ 12 വോൾട്ട് കിട്ടി. അതേപോലെ 2 ആംപിയർ സോഴ്സിൽ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന 1 ഓമിൽ കൂടെ 2 ആംപിയർ കറണ്ട് തന്നെ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 2 വോൾട്ട് കിട്ടി. സോ ദാറ്റ് നിങ്ങളുടെ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 12 + 2 14 വോൾട്ട് ആണെന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ ഇതേ പ്രോബ്ലം നമുക്ക് 2-3-4 വേറെ വഴികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അതായത് നെറ്റ്വർക്ക്, ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് തിയറംസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഒരു പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഇന്ന മെത്തേഡ് എന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ഫീസിബിൾ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ അതിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രോബ്ലം കണ്ടാൽ അത് ഏത് മെത്തേഡിലാണ് ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ആ മെത്തേഡിൽ പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടിനും കയ്യിലുള്ള എല്ലാ തിയറംസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം, ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോഴാണ് ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്താണെന്ന് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. ആ മെത്തേഡ് തന്നെ ആയിരിക്കും സിംപ്ലസ്റ്റ് മെത്തേഡ് യൂഷ്വലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത മെത്തേഡ് ഒരു പർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറയുന്നില്ല, കാരണം അത് ബേസിക് ഫണ്ടമെന്റൽ റൂൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഒരു കറണ്ട് സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് സീരീസ് ആയിട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചുകളിലോട്ടും അതേ കറണ്ട് തന്നെ ആയിരിക്കും പമ്പ് ചെയ്യുന്നത്, വേറെ ബ്രാഞ്ചിങ് വഴിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 1 ഓമിൽ കൂടെ 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രീതിയിലുള്ള ബേസിക് റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ അതേ പ്രോബ്ലം തെവനിൻസ് തിയറം വെച്ചൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഈ പ്രോബ്ലത്തിനെ തെവനിൻസ് വെച്ചൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് ആകെ ഒരു സോഴ്സ് മാത്രമേ ഇപ്പോൾ നെറ്റ്വർക്കിൽ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അത് 6 വോൾട്ട് ആണ്. അപ്പോൾ ആ 6 വോൾട്ട് ഏത് രീതിയിലാണ് ഈ 2 റെസിസ്റ്റൻസിന് അക്രോസ് സ്പ്ലിറ്റ് ആവുന്ന കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ 6 വോൾട്ട് ഇൻറ്റു, അപ്പോൾ വി ഒ സി എന്തായിരിക്കും? ഈ ഇവിടുത്തെ വി ഒ സി എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഇത് തന്നെ ആയിരിക്കും വി ഒ സി. കാരണം 1 ഓമിന് അക്രോസ് ഡ്രോപ്പ് ഒന്നുമില്ല. 1 ഓമിലൂടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ 1 ഓമിൽ ഡ്രോപ്പ് ഇല്ല. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. 6 വോൾട്ട് ഇൻറ്റു 12/2 വോൾട്ട്. ഇതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ട്. സോറി, 12/18 അല്ലേ, അപ്പോൾ 4 വോൾട്ടാണ് വരുന്നത്. 2/3 4 വോൾട്ട്. ഇനി തെവനിൻ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? തെവനിൻ റെസിസ്റ്റൻസ് നമ്മൾ എല്ലാ ഇൻഡിപെൻഡന്റ് സോഴ്സിനെ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് വ്യൂ ചെയ്യും. അപ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് RT = 1 ohm + 6 ohm പാരലൽ 12. അത് എത്ര വരും? 1 + 6/18 1/3 12/4 3 അല്ല 12/3 4.
അപ്പം 5 ഓം വന്നു. ഇനി എന്തോ ചെയ്യും നമ്മൾ? നിങ്ങൾക്ക് കിട്ടിയത് തെവനിൻ ഇക്വലന്റ് ആണ്. അപ്പോൾ തെവനിൻ ഇക്വലന്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? തെവനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് 5 ഓം, തെവനിൻ വോൾട്ടേജ് 2 വോൾട്ട്, 4 വോൾട്ട്, 4 വോൾട്ട്. പിന്നെ നിങ്ങളുടെ ഏത് കോമ്പണന്റ് ആണോ നിങ്ങൾ എടുത്തു മാറ്റിയത്, ലോഡ് എന്താണോ അത് നമ്മൾ അതേപടി റീഇൻസ്റ്റേറ്റ് ചെയ്യും. റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഇതെത്ര? 2 ആംപിയർ. ശരിയല്ലേ? അപ്പോൾ 2 ആംപിയർ കറണ്ട് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്താൽ 2 ആംപിയർ കറണ്ട് തന്നെയായിരിക്കും 5 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് 2 × 5 10 വോൾട്ടിയുടെ ഡ്രോപ്പ് ഉണ്ടാക്കും. അപ്പോൾ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും? 10 വോൾട്ട് പ്ലസ് ഈ 2 ആംപിയർ ഈക്വൽ ടു 10 + 4. നേരത്തെ കിട്ടിയ അതേ ആൻസർ നമുക്ക് കിട്ടി. ശരിയല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പം നമുക്ക് ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ പ്രോബ്ലം നമുക്ക് നോർട്ടൺ തിയറം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നോർട്ടൺ അല്ല, ആദ്യം സൂപ്പർ പൊസിഷൻ വെച്ച് ചെയ്ത് നോക്കാം. സൂപ്പർ പൊസിഷനെ കുറിച്ച് ഞാൻ തിയറി ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ സൂപ്പർ പൊസിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. അതായത് ഒരു ലീനിയർ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ ലീനിയർ നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് അതിനകത്തുള്ള ഓരോരോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനെയും നമ്മൾ റിമൂവ് ചെയ്ത് അതിൻ്റെ കില്ല് ചെയ്യാന്നാണ് പറയുന്നത്. കില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ പർട്ടിക്കുലർ 2 ആംപിയർ മാത്രമുള്ള സമയത്ത് എന്താ നമ്മൾ കണ്ടുപിടിക്കണേ? 2 ആംപിയർ മാത്രമുള്ള സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് ആണ്. അപ്പോൾ 2 ആംപിയർ ഇവിടെ വന്നതിന് ശേഷം 2 ആംപിയർ ഇവിടെ എത്തിയതിന് ശേഷം രണ്ടായിട്ട് പിരിയുമല്ലോ. ഒരു പാർട്ട് ഇങ്ങോട്ട് പോകും, ഒരു പാർട്ട് ഇങ്ങോട്ട് പോകും. നമുക്ക് കണ്ടുപിടിക്കുന്ന ഈ പാർട്ട് മാത്രമാണ്. എങ്ങനെ കിട്ടും? കറണ്ട് ഡിവിഷൻ റൂള്. 2 × അതർ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് 6. 2 × 6 / 12 + 6. അപ്പോൾ 2/3 എന്ന് കിട്ടുമായിരിക്കും. 2/3 ആംപിയേഴ്സ്. ഈ 2/3 ആംപിയർ 12 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എത്ര വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാക്കും? 2/3 × 12, അതായത് 8 വോൾട്ട് അല്ലേ? 8 വോൾട്ട്. അപ്പോൾ ഇത് 8 വോൾട്ട് ഡ്രോപ്പാന്ന് കിട്ടി, 8 വോൾട്ട്. അതേസമയം ഇവിടെയോ 2 ആംപിയർ കറണ്ട് 1 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ 2 വോൾട്ട്. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആംപിയർ സോഴ്സിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൊത്തം വോൾട്ടേജിന്റെ 2 വോൾട്ട് പ്ലസ് 8 വോൾട്ട് ഈക്വൽ ടു 10 വോൾട്ട് ഡ്രോപ്പാണ് 2 ആംപിയർ സോഴ്സ് മാത്രം ഈ ലൂപ്പിൽ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത പാർട്ട് എന്താണ്? അടുത്ത പാർട്ട് 6 വോൾട്ട് സോഴ്സ് മാത്രമുള്ള സമയത്ത് 6 വോൾട്ട് മാത്രമുള്ള സമയത്ത് 2 ആംപിയറിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി ഇട്ടു 6 വോൾട്ട്. ഇനി 6 വോൾട്ട് സോഴ്സ് കൊടുക്കുമ്പോൾ ഒരു കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് ഇവിടെ എത്തി സ്പ്ലിറ്റ് ചെയ്യുമോ? സ്പ്ലിറ്റ് ചെയ്യൂല, കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം കറണ്ട് എത്രയാണോ ആ കറണ്ട് മുഴുവനും ഇതുവഴി ഫ്ലോ ചെയ്യും. അപ്പോൾ 12 വോൾട്ടിന് അക്രോസ് എത്ര ഡ്രോപ്പ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതെങ്ങനെ കിട്ടും? വോൾട്ടേജ് ഡിവൈഡർ റൂള്. 6 × 12 / 6 + 12, 2 വോൾട്ട് അല്ലേ? 2 വോൾട്ടാണ്, 2 അല്ല, 12/18 അല്ലേ? അപ്പോൾ അഗൈൻ 4 വോൾട്ട്. ശരിയല്ലേ? അപ്പോൾ 6 വോൾട്ട് സോഴ്സും കൊണ്ട് ഇവിടെ 4 വോൾട്ടിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിന്ന് കണ്ടു. നേരത്തെ എത്ര കിട്ടി? നേരത്തെ കിട്ടിയത് 10 വോൾട്ട്, ഇപ്പോൾ കിട്ടിയത്
4 വോൾട്ട്. 2 കൊണ്ട് കൂട്ടുമ്പോൾ 14 വോൾട്ട്. മനസ്സിലായോ? ഏതാ 10 വോൾട്ട്? ഇതാണ് നിങ്ങളുടെ 10 വോൾട്ട്. 2 ആംപിയർ സോഴ്സ് കൊണ്ട് മാത്രമുള്ള കോൺട്രിബ്യൂഷൻ. ഇത് 6 വോൾട്ട് സോഴ്സ് കൊണ്ട് മാത്രമുള്ള കോൺട്രിബ്യൂഷൻ. ആദ്യത്തേത് 2 ആംപിയർ സോഴ്സ് മാത്രം കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ 10 വോൾട്ട്. രണ്ടാമത്തത് 6 വോൾട്ട് സോഴ്സ് കൊണ്ട് മാത്രമുള്ള കോൺട്രിബ്യൂഷൻ 4 വോൾട്ട്. ആഡ് ചെയ്തപ്പോൾ 14 വോൾട്ട്. എഗെയിൻ നമ്മൾ സെയിം ഉത്തരത്തിലോട്ട് എത്തി. ഇത് മനസ്സിലായോ? അമലുണ്ടോ അവിടെ? അമൽ ഓ പറഞ്ഞു. ക്ഷേമ എന്താ പറയാൻ വന്നത്? ഇത് 12 ഓമിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ കാണിച്ചത്? ഏതാണ് ഉദ്ദേശിച്ചത്? ഏത് സ്റ്റെപ്പാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ കണ്ടുപിടിച്ചത് ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് സാറേ. ഓ ക്ഷേമ ചോദിക്കുന്നത് 12 ഓമിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് 4 വോൾട്ട്. ഞാൻ എന്തുകൊണ്ട് ഇതിനെ ക്രോസ് എടുത്തില്ല എന്നല്ലേ? 1 ഓമിന്റെ മാത്രം എടുക്കാത്താണോ ചോദിച്ചത്? അല്ല 12 ഓമിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കുമ്പോൾ നമ്മൾ 6 അല്ലേ ചെയ്യാ? 6/6+12 അല്ലേ? 12 ഓമിന്റെ അത് കറണ്ട് ഡിവിഷൻ ആണ്. അതായത് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്നൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 2 റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2. ഇനി നമുക്ക് R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. അതേസമയം നമ്മുടെ കയ്യിലുള്ളത് കറണ്ട് ഡിവിഷൻ ആണെന്ന് വെച്ചോ. ആണെന്നൊരു കറണ്ട് സോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്ത് R1 R2. ഇവിടെ എനിക്ക് R2ൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. I2 കിട്ടണമെങ്കിൽ I2 ഈക്വൽ ടു A ഇൻറ്റു അവിടെ നമ്മൾ അതർ റെസിസ്റ്റൻസ് എടുക്കും, R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇവിടെ ഇപ്പം ഞാൻ എന്താ ചെയ്തത്? ഇവിടെ എനിക്ക് കിട്ടേണ്ടത് ആദ്യത്തെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 ആംപിയർ സോഴ്സിനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് കറണ്ട് സോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് കറണ്ട് ഈ പോയിന്റിലെത്തി എത്രത്തോളം സ്പ്ലിറ്റ് ആവുന്നെന്ന് അറിയാനായിട്ട് ഞാൻ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചു. അവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്? അതർ റെസിസ്റ്റൻസ് എടുത്തത്. ഇവിടെ എത്തിയ കറണ്ട് 2 ആംപിയർ. എനിക്ക് വേണ്ടത് 12 ഓമിൽ കൂടെ ഉള്ള കറണ്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അതർ റെസിസ്റ്റൻസ് ഉള്ള നിലയിൽ 6 ഓം എടുത്ത് ന്യൂമറേറ്ററിൽ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെയോ താഴെ എത്തിയ സമയത്ത് 6 വോൾട്ടിന്റെ സോഴ്സാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്കറിയാനുള്ളത് 12 ഓമിന് അക്രോസ് എത്ര വോൾട്ടേജ് കിട്ടിയെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എടുക്കും. അതുകൊണ്ട് 6 വോൾട്ട് നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? വെറുതെ വേണമെങ്കിൽ ഒരു വോൾട്ടേജ് നമുക്ക് അസ്യൂം ചെയ്യാം, Vx. അപ്പൊ എന്നിട്ട് 6 മൈനസ് Vx ബൈ 6 ഈക്വൽ ടു ബൈ 1. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Vx കിട്ടും. നമുക്കിത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 12 മൈനസ് 2Vx ഈക്വൽ ടു Vx പ്ലസ് 12. നമുക്ക് വേണ്ടത് Vx 12/15 എന്ന് കിട്ടി അല്ലേ? വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വേണ്ടത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്തായിരിക്കും? Vx/1 ആയിരിക്കും. അതായത് 12/15 ആംബിയേഴ്സ് ആയിരിക്കും. 12/15 ആംബിയേഴ്സ് ആയിരിക്കും. അത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ? അതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ശരിയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ ഇത് നമുക്ക് ഇനി നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. നോർട്ടൺസ് റെസിസ്റ്റൻസ് തെവെനിൻസ് 5 ഓംസ് ആയിരുന്നു. അപ്പം നമുക്കത് വെച്ച് 2 ആംപിയർ സോഴ്സ് നമ്മൾ തിരിച്ചിട്ടു. പൊളാരിറ്റി കറക്റ്റ് അല്ലേ? അതായത് ഈ രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടാണ് നമ്മൾ സോഴ്സ് ഇട്ടിരിക്കുന്നത് 12. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 × 2 10 കിട്ടും. പ്ലസ് 12/15 × 5. അപ്പോൾ എത്ര കിട്ടും? അത് 12/3 4 14 വോൾട്ട്.
14 വോൾട്ട് കിട്ടി. ശരിയല്ലേ? ഇത് പിടികിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. അത് സിമ്പിളാണ്. ഇനി ഈവൻ KCL-ഉം KVL-ഉം ഒക്കെ വെച്ച് ചെയ്യാം. സെയിം ഉത്തരം തന്നെ കിട്ടും. ഇത് ആകെ ഒരേ ഒരു കാര്യം, നമ്മൾ ഒരു ചെറിയ പ്രോബ്ലം എടുത്ത് 4, 5, 6 മെത്തേഡിൽ ചെയ്തതിന്റെ ഒരേ ഒരു കാരണം ഇതൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം എത്ര മെത്തേഡ് വേണമെങ്കിലും ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടുള്ളൂ. അത് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തെറ്റിക്കാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു മറിച്ചൊരു ഉത്തരം കിട്ടൂല എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ചത്. ഇതേ സാധനം KCL-ഉം KVL-ഉം ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊരു എക്സസൈസ് ആയിട്ട് എടുത്ത് അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അത് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ KVL ഒക്കെ ചെയ്ത് നോക്കുക, ഇത് തന്നെ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ സമയം കളയുന്നില്ല. അപ്പൊ എന്നാൽ നിങ്ങൾ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇത് വേറൊരു പുതിയ പ്രോബ്ലമാണ്. നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നോർട്ടൺ കറണ്ട് സോഴ്സും കറസ്പോണ്ടിങ് റെസിസ്റ്റൻസും ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അക്രോസ് ദ ടെർമിനൽസ് ഗിവൺ. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുക്കാം. അക്രോസ് ദ ടെർമിനൽസ് AB നിങ്ങൾ നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ 10 വോൾട്ടിന്റെ സ്ഥാനത്ത് ഒരു കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് കറണ്ട് ഡിവിഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമായിരുന്നു. ഇവിടെ വോൾട്ടേജ് സോഴ്സാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് സോഴ്സ് കറണ്ട് സോഴ്സ് ആക്കി മാറ്റണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ കറണ്ടിന്റെ വാല്യൂ 10/15 എന്ന് വരും, 2/3 എന്ന് വരും. 2/3 ആംപിയർ. പിന്നെ കറണ്ട് സോഴ്സ് 2/3 ആംപിയർ 150/25 4 2 6 ഓം 6 ഓം 2/3 into 6 divided by 10. അതർ റെസിസ്റ്റൻസ് 4/10 0.4 ആംപിയർ ആയിരിക്കുമോ? 0.4 ആംപിയർ ആവാൻ സാധ്യതയുണ്ട്. അതെ, കിട്ടിയിരുന്നോ ഉത്തരം? Vx അസ്യൂം ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് നമുക്ക് നോക്കിയാൽ 10 - Vx/15 equal to Vx/10 plus Vx/4. എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 40 - 4Vx is equal to 6Vx plus 15Vx. തർക്കൽ സംശയം ഉണ്ടോ? മനസ്സിലായോ? എന്നാ അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇതിപ്പോ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടാ. എന്നാ ഇനി ഈ പ്രോബ്ലം ചെയ്തോ. ഇവിടെ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. I4ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. I4 ഏതാ? ഇതാണ് കറണ്ട്. ഈ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് I4. പെട്ടെന്ന് പറയും എൻ്റെ ഉത്തരം. പെട്ടെന്ന് പറയും, അധികം സമയം എടുക്കാതെ പറയും. കീർത്തന ഉണ്ടോ അവിടെ? കീർത്തന പെട്ടെന്ന് പറയും. ദ കറണ്ട് I4 ഇൻ ദ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു, I4 എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്ത പോലെ താഴത്തെ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ അറിയാൻ പറ്റുന്നത് ഇവിടുത്തെ കറണ്ട് 7 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, ടോപ്പ് ടു ബോട്ടം. ഇവിടത്തത് 5 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഈ 7 ആംപിയർ കറണ്ടും ഈ 5 ആംപിയർ കറണ്ടും വരണമെങ്കിൽ ഒരേ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഇതിൽ കൂടെയുള്ള കറണ്ട് ആയിരിക്കും 7ഉം 5ഉമായിട്ട് സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കറണ്ട് 12 ആംപിയർ ആയിരിക്കും. ഇവിടെ വരുന്ന 12 ആംപിയർ എങ്കിൽ അതിനർത്ഥം ഈ ബ്രാഞ്ചിലുള്ളത് 12 ആംപിയർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന I4 എന്നുള്ള കറണ്ട് കിട്ടിയില്ലേ? പക്ഷെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന I4 ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, പക്ഷെ യഥാർത്ഥത്തിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എത്രയായിരിക്കും? ഉത്തരം -12 ആംപിയർ ആയിരിക്കും. യു ഷുഡ് അക്കോമഡേറ്റ് ദ സൈൻ, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ പ്രധാനമായിട്ട് നോക്കി. ഈ പ്രോബ്ലം ഞാനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിന്റെ കാരണം അതാണ്. സിമ്പിൾ ആണ് പ്രോബ്ലം, പക്ഷെ ആ ഡയറക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ പ്രധാനമാണ്. നോക്ക്, ഓപ്ഷൻ 12 ആംപിയറും -12 ആംപിയറും ആണ്. ഒരിക്കൽ 12 ആംപിയർ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ കണ്ണ് ഓപ്ഷൻ എയിലേക്ക് പോവുകയും നിങ്ങൾ 12 ആംപിയർ കുത്തുകയും ചെയ്യും.
പക്ഷേ -12 ആംപിയർ ആണ് പ്രോപ്പർ ഡയറക്ഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ശരി ഉത്തരം. എ ബി ടെർമിനൽസ് അക്രോസ് ഉള്ള വോൾട്ടേജ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്ത് നോക്കും. സൂപ്പർ പൊസിഷൻ സിമ്പിളായിട്ട് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് സൂപ്പർ പൊസിഷൻ വെച്ച് പെട്ടെന്ന് കിട്ടും എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് KCLും KVLും ഒക്കെ ഉപയോഗിക്കാം. സൂപ്പർ പൊസിഷൻ വെച്ച് കിട്ടും എന്ന് പറയാൻ കാരണം ഇതിന്റെ വാല്യൂസ് ആണ്. ഇവിടെ ഒരു 2 ohm ഉണ്ട്, ഇവിടെയും 2 ohm ഉണ്ട്. ഇപ്പൊ രണ്ട് സെയിം വാല്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് എന്താ പ്രത്യേകത? ഞാൻ ആദ്യം സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാനായിട്ട് 1 വോൾട്ട് സോഴ്സ് മാത്രം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 3 ആംപിയറിനെ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടെർമിനൽസ് എ ബി ആണ്. അപ്പോൾ ഈ 2 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഈ ഒരു സെറ്റപ്പിൽ എങ്ങനെയാണ്? 1 വോൾട്ട് 2 ohm 2 ohm വോൾട്ടേജ് ഡിവൈഡർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? ടോട്ടൽ വോൾട്ടേജിന്റെ പകുതി ആയിരിക്കും, 0.5 വോൾട്ട്. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് കൺസിഡറിങ് ഓൺലി ദ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലോ 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ പോയിന്റിലെത്തി തീരുമാനിക്കും എത്ര വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ആ കറണ്ട് കാണുന്നത് രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പകുതി എന്ന് വെച്ചാൽ എത്ര? 3 ആംപിയർ ഉണ്ട്, 1.5 ആംപിയർ ആയി ഇത് ഫ്ലോ ചെയ്യുന്നത്. 1.5 ആംപിയേഴ്സ് 2 ohmൽ കൂടെ ഫ്ലോ ചെയ്താൽ എത്ര വോൾട്ട് കിട്ടും? ഒരുപക്ഷെ ഡിപ്പെൻഡന്റ് സോഴ്സ് വെച്ചുള്ള നിങ്ങൾക്ക് അധികം ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ അത് മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ടെർമിനൽ പെയർ 1, 2-ൽ നിന്ന് അകത്തേക്ക് നെറ്റ്വർക്കിലോട്ട് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലുക്കിംഗ് ഇൻ ടു നോഡ് 1 and 2. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആകെ ഉള്ള ഒരേ ഒരു സോഴ്സ് ഒരു 99 IB എന്നുള്ളത് ഒരു കറണ്ട് സോഴ്സ് ആണ്. 99 IB എന്നുള്ള ഒരു കറണ്ട് സോഴ്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 99 IB എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കറണ്ടിന്റെ 99 ടൈംസ്, അതാണ് ഇവിടെ എത്ര കറണ്ട് ആണോ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ 99 ടൈംസ് ആണ് ഒരു കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സോഴ്സും കൊടുത്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ കറണ്ട് ഇല്ല, 99 IB എന്നുള്ള കറണ്ട് ഇല്ല. അപ്പൊ അതിനർത്ഥം IB എന്നൊരു കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ബ്രാഞ്ച് കറണ്ട് അല്ലെങ്കിൽ സോഴ്സ് കറണ്ട് ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെയാണ് ഇവിടെ IB എന്നുള്ള കറണ്ട് ഉണ്ടാവുന്നത്? അതിനൊരു സോഴ്സ് വേണ്ടേ? ഈ കോഴി മുട്ട എന്ന് പറയുന്നത് പോലെ 99 IB ആദ്യം 99 IB ഉണ്ടാവില്ല. ഇവിടെ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ 99 IB ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് IB ആണ്. IB എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അസച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് മീനിങ് ഇല്ല. നിങ്ങൾ ഒരു സോഴ്സ് ഇവിടെ കണക്ട് ചെയ്താൽ ഇവിടെ ഒരു ബാക്കിയുള്ള നെറ്റ്വർക്ക് എല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു സോഴ്സ് കണക്ട് ചെയ്താൽ യു ക്യാൻ ഹാവ് എ കറണ്ട് ഫ്ലോ ഇവിടെ സോഴ്സ് നിങ്ങൾ കണക്ട് ചെയ്താൽ യു ക്യാൻ ഹാവ് എ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ബ്രാഞ്ച്. Eventually you can have a current source in this direction. അതാണ് ഇതിന്റെ മീനിങ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യലാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയായി ഇപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്ക്. അപ്പോ നമുക്കൊന്ന് നോക്കാം, വെറുതെ ഇതിന് മറ്റേതെങ്കിലും രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വാല്യൂസ് ഒന്ന് എഴുതട്ടെ. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളാണ് ഈ കറണ്ട് അസ്യൂം ചെയ്തത്. VT എന്നൊരു വോൾട്ടേജ് കൊടുത്തു, കാരണം IT എന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഈ കറണ്ട് കുറെ ഇങ്ങോട്ട് പോവായിരിക്കും, കുറെ ഇങ്ങോട്ട് പോവായിരിക്കും അല്ലെ?
റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. പക്ഷേ ഈ ബ്രാഞ്ചിൽ ആ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം നമുക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് വരുന്ന കറണ്ട് ഫ്ലോ ഡയറക്ഷൻസ് വി ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് താഴ്ന്ന മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റായി 100 ഓമിൽ നിന്ന് മുകളിലും താഴേക്കും ബാക്കി 1Kയിൽ നിന്ന് താഴ്ന്ന മുകളിലേക്കും ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് നിങ്ങളുടെ ഐ ബി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് നമുക്ക് അസ്യൂം ചെയ്യാം, ഈ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ തിരിഞ്ഞിരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതങ്ങനെ അസ്യൂം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഐ ബി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൊക്കെ ഫ്ലോ ചെയ്യുമ്പോഴാണ് 99 ഐ ബി മുകളിലും താഴേക്ക് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്താണ്, എന്റെ ഐ ബി, എന്റെ ടെസ്റ്റ് കറണ്ട് അല്ലെങ്കിൽ എന്റെ ടെസ്റ്റ് കറണ്ട് കാരണമുള്ള കറണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് ദ കറണ്ട് സോഴ്സ് ഈസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. മനസ്സിലായില്ല? അത് അല്ലാതെ ഇപ്പോൾ ഐ ബി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് ഒപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ തീരുമാനിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്ക് ആയിരിക്കണമെന്നും മുകളിൽ നിന്ന് താഴേക്ക് ആയിരിക്കണമെന്നും യാതൊരു നിർബന്ധമില്ല. ഐ ബിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ കറണ്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ബിയുടെ ഡയറക്ഷൻ തിരിഞ്ഞാൽ നിങ്ങൾ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ തിരിക്കാം. അതുകൊണ്ടാണല്ലോ ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഐഡിയ എവിടെ കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ ബി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്, അങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പുതിയ നെറ്റ്വർക്ക് എങ്ങനെ വരയ്ക്കാം, കുറച്ചുകൂടെ സിംപ്ലിഫൈ. നിങ്ങളുടെ മൊത്തം കറണ്ട് ബി ടി ബൈ 100 ഓം ആണേ, അത് 100K അല്ല, പ്ലസ് ബി ടി ബൈ 10K പ്ലസ് 99 ടൈംസ് ബി ടി ബൈ 100 അല്ല 10K. അപ്പൊ സെക്കൻഡ് ടേം ബി ടി ബൈ 10Kയും തേർഡ് ടേം 99 ബി ടി ബൈ 10Kയും ആണ്. ഇറ്റ് മീൻസ് ബി ടി ബൈ 100 പ്ലസ് 100 ടൈംസ് ബി ടി ബൈ 10K. ഈ ടൈം എന്തോ വരും, ഇത് ബി ടി ബൈ 100 എന്ന് വരും അല്ലേ. 10K എന്ന് വെച്ചാൽ എത്രയാണ്, 10,000 അല്ലേ. 100ഉം 10,000 വെട്ടിപ്പോയി. അപ്പൊ താഴെ ഡിനോമിനേറ്റർ 100 വരും. ബി ടി ബൈ 100 പ്ലസ് ബി ടി ബൈ 100. നമുക്ക് വേണ്ടത് ഈ ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐ ടി ആണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, ബി ടി ബൈ ഐ ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബി ടി ബൈ ഐ ടി എന്ന് പറയുമ്പോഴേക്കും 1/1/100 പ്ലസ് 1/100 അതാണ് നിങ്ങളുടെ 6. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയാം, ഈ ഇക്വേഷന് 1/R ഈസ് ഈക്വൽ ടു 1/100 പ്ലസ് 1/100 എന്ന് എഴുതി കൂടെ. അല്ലെങ്കിൽ എന്താ പറയാം, ഇഫക്റ്റീവ്ലി നിങ്ങളുടെ റെസിസ്റ്റൻസ് R ഈസ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 100 ഓം ആൻഡ് 100 ഓം. അപ്പോഴാണ് ഇത് വരുന്നത് 1/R ഈസ് ഈക്വൽ 1/R1 പ്ലസ് 1/R2 ഫോമിൽ ആയില്ലേ. ഇപ്പോൾ ഇറ്റ് മീൻസ് രണ്ട് റെസിസ്റ്റൻസിന്റെ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് വന്നു നിങ്ങളുടെ കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ് R. അതായത് 100 പാരലൽ 100 എത്രയായിരിക്കും, 50 ഓം ആയിരിക്കും. അത് ഓപ്ഷനിലുണ്ടോ നോക്ക്, 50 ഓം ഓപ്ഷൻ എ. ഐഡിയ എവിടെ കിട്ടിയോ? ഇപ്പൊ നമ്മൾ കുറേ ക്ലാസ്സുകൾ 5-8 ക്ലാസ്സുകളായി നെറ്റ്വർക്ക് തിയറംസ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇനി നമ്മൾ ഏകദേശം ഒരു ഫാഗ് എൻഡിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനോടകം നിങ്ങൾക്ക് ബേസിക് സർക്യൂട്ട് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായി. ഇപ്പോൾ നമ്മൾ ഡിപെൻഡന്റ് സോഴ്സിന്റെ ഇൻഡിപെൻഡന്റ് സോഴ്സ് വെച്ച് KCL, KVL, തെവെനിൻസ്, നോർട്ടൺസ്, സൂപ്പർ പൊസിഷൻ, പിന്നെ അതേപോലെ ഫണ്ടമെന്റൽസ്, ഇലക്ട്രിക് ഫണ്ടമെന്റൽസ്, ചാർജ്, കറണ്ട്, വോൾട്ടേജ്, ഇതൊരു ഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് Vx എന്നൊരു വോൾട്ടേജ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആ Vxന്റെ ഡിപെൻഡന്റ് ആയിട്ടാണ് കറണ്ട് സോഴ്സ് വെച്ചിരിക്കുന്നത് 0.04 Vx. ചോദിച്ചിരിക്കുന്നത് R2 ആണ്, കറണ്ട് ത്രൂ R2.
മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ R2. എന്തുകൊണ്ടായിരിക്കും അവർ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ R2 എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്? എന്തുകൊണ്ട് കറണ്ട് ത്രൂ R2 ചോദിച്ചില്ല? കാരണം അവരിവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. കറണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണോ റൈറ്റ് ലെഫ്റ്റ് ആണോ എന്ന് അവർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 10 ഒരു കുട്ടിക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ മറ്റൊരു കുട്ടി -10 എന്ന് എഴുതിയാൽ രണ്ടുപേർക്കും മാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം മാർക്ക് നമുക്ക് എന്ത് തന്നിട്ടില്ല, കൺവെൻഷണൽ അല്ലെങ്കിൽ അവര് അസ്യൂം ചെയ്ത ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. അതൊരു അസ്യൂം ചെയ്ത ഡയറക്ഷൻ മാർക്ക് ചെയ്ത് തന്നിരുന്നുവെങ്കിൽ നമുക്ക് അസന്നിഗ്ധമായിട്ട് സൈൻ ചേർത്ത് പറയാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു കൺവെൻഷൻ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അവര് ആംബിഗ്വിറ്റി ഒഴിവാക്കാനായിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ VY എന്ന് പറഞ്ഞൊരു നോഡ് വോൾട്ടേജ് അസ്യൂം ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എത്രയും മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് ഇട്ട് ചെയ്യാമോ അത്രയും സിമ്പിൾ ആയിട്ട് കാര്യം കഴിയും. ഇക്വേഷൻസിന്റെ എണ്ണം അത്രയും കുറയും. അപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പോവാണ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും അവിടുത്തെ വോൾട്ടേജ്? അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇത് ശ്രദ്ധിക്കുക ഇതിലോട്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പുതിയ നോഡ് വോൾട്ടേജ് അസ്യൂം ചെയ്യുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യം നോക്കും. തന്നിരിക്കുന്ന വോൾട്ടേജ് ഈ വോൾട്ടാണ് തന്നിരിക്കുന്നത്, Vx. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് R2 കറണ്ടാണ്. ഇനി ആ ഇക്വേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഒറ്റയടിക്ക് എഴുതിയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2, 3, 4 സ്റ്റെപ്പായിട്ട് എഴുതാം. ഐഡിയ പിടികിട്ടിയ കുട്ടികളെ? പറയൂ. അതായത് ഏതാണ് ഇപ്പൊ എഴുതിയ ഇക്വേഷൻ ആണോ മനസ്സിലാവാത്തത്? ഇക്വേഷൻ വേറൊന്നുമല്ല. നമ്മൾ അവിടെ എന്ത് ചെയ്തു? നമ്മള് ഈ നോഡ് ഇക്വേഷൻ എഴുതിയെന്നേ ഉള്ളൂ. ഏത് നോഡിലെ? ഈ നോഡിലെ നോഡ് ഇക്വേഷൻ എഴുതി. അതായത് ഏതൊക്കെ കറണ്ടാണ് ആ നോഡിലേക്ക് വന്നു കയറുന്ന കറണ്ടുകൾ ഏതൊക്കെ? ഒരെണ്ണം ഈ കറണ്ട്, ഒന്നാമത്തെ കറണ്ട്, പ്ലസ് താഴേന്ന് മുകളിലേക്ക് വരുന്ന 0.04 Vx. ആ 2 കറണ്ടും കൂടെ ചേർന്നിട്ട് ഇങ്ങോട്ട് ഒഴുകുന്നു. ഇനി നമുക്ക് ഓരോരോ ടേം ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ടേം 60 മൈനസ്, ഒന്നാമത്തെ ടേം 60 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എത്ര? 8Vx/5 നമ്മൾ കണ്ടുപിടിച്ചു. 60 മൈനസ് 8Vx/5 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 5 ഓം. ഓക്കെ, അത് ഒന്നാമത്തെ ടേം. പ്ലസ് ഇനി രണ്ടാമത്തെ കറണ്ട് ഏതാണ്? 0.04 Vx. അത് തന്നിട്ടുണ്ടല്ലോ, അത് 0.04 Vx. രണ്ടും കൂടെ ചേർന്നിട്ട് എങ്ങോട്ട് ഒഴുകി? റൈറ്റ് സൈഡിലുള്ള ഈ ബ്രാഞ്ചിൽ കൂടെ ഒഴുകുന്നു. അത് ഏത് കറണ്ടാണ്? ആ കറണ്ട് എന്ന് പറയുന്നത് 3 ഓമിൽ കൂടെയുള്ള കറണ്ടും 5 ഓമിൽ കൂടെയുള്ള കറണ്ടും സെയിം ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കറണ്ട് എടുത്താൽ മതി. നമ്മൾ കൺവീനിയന്റ് നമ്മൾ ഏത് കറണ്ട് എടുക്കുന്നു? ഈ കറണ്ട് എടുക്കുന്നു, Vx/5. കാരണം പിന്നീട് ആ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതെടുത്താലും സെയിം ആണ്. ഇപ്പൊ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 ഓം മുൻനിർത്തിക്കൊണ്ട് 8Vx/5 മൈനസ് Vx ഡിവൈഡ് ബൈ 3 എന്ന് എടുത്താൽ സെയിം ആണ്. ബോത്ത് ആർ സെയിം. ചെയ്ത് നമുക്ക് ഇത് തന്നെ വരുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു കോംപ്ലക്സിറ്റിക്ക് ഒന്നും പോകാതെ 2 കറണ്ട് സെയിം ആണെന്ന് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ഈ കറണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. Vx/5 എന്ന് എടുത്തന്നേ ഉള്ളൂ. ഐഡിയ പിടികിട്ടോ? ഇപ്പൊ പിടികിട്ടിയോ? ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉത്തരം കിട്ടി. ഇത് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ പ്രോബ്ലംസ് തപ്പിയെടുത്ത് ചെയ്യണം. ഇനി നമുക്ക് എന്തൊക്കെ ടോപ്പിക്കാണുള്ളതെന്ന് ഞാൻ നോക്കട്ടെ. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അടുത്ത ദിവസം നമ്മൾ പറയും. മറ്റെന്തെങ്കിലും ചെറിയ ടോപ്പിക്കിലൂടെ പറഞ്ഞ് നമുക്ക് ഈ ഇലക്ട്രിക് സർക്യൂട്ട്സ് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ
1-2 പ്രോബ്ലം സെഷൻസ് കൂടെ വേണമെങ്കിൽ വെക്കാം, നോക്കട്ടെ. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് മറ്റോ കയറാം. ഇതൊരു 7-8 ക്ലാസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. 8-9 ക്ലാസ് ആയി. എന്ത് പറയുന്നു? ഓക്കെ ആണോ? ഓക്കെ. ഹൃദയ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇത് മിണ്ടിയില്ല ഇന്ന്. അപ്പോ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.